പിന്നെ അടിയിൽ കുഞ്ഞിതാന്നല്ലേ വിചാരിക്കും, പക്ഷെ അത് പൊക്കിയിട്ട് അത്രയും വലിയ സാധനം ഒരു പൊക്കും. എന്നിട്ട് ആ മെഷീനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അതിലെ വേസ്റ്റ് ഫുള്ള് കളഞ്ഞിട്ട് ഇത് തിരിച്ച് താഴെ വെക്കും. അയാൾ ഓൾറെഡി അത് ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും കൂടി ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തു തന്നതാണത്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടികളാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ അടിയിൽ ഈ കുഞ്ഞു സ്ഥലത്താണ് നമ്മൾ ഈ സാധനം ഇടുക, പക്ഷെ ഇതിന്റെ അടിയിലേക്ക് ഒരു എന്താ പറയാ ഒരു വലിയ നിലവറ തന്നെ അടിയിലേക്കുണ്ട്. അതൊരു പൊക്കിയെടുത്ത് വേസ്റ്റ് മൊത്തം തട്ടി തിരിച്ച് അതുപോലെ വെക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീഗൾസിന്റെ ഭയങ്കര ശല്യമാണ്. പക്ഷി വന്ന് കുത്തിപ്പറിച്ച് വേസ്റ്റ് മൊത്തം കളയും. അപ്പൊ ഇത് അടിയിലേക്ക് ആവുമ്പോൾ ഫുള്ള് സേഫ് ആയിട്ട് അതിന്റെ അടിയിൽ ഇരുന്നോളുമല്ലോ. പിന്നെ ഈ എലി അങ്ങനത്തെ റോഡൻസ് ഒക്കെ ഇല്ലേ, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് മെറ്റലിക് സാധനത്തിൽ ഫുള്ള് താഴേക്കാവുമ്പോൾ അതും സഹായിക്കും. മൂന്നാമത്തെ കാര്യം, ഈ കുറെ വേസ്റ്റ് ബിൻസ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം ഇവിടെ ആ ചുറ്റിന് നമ്മളിപ്പോ പുറത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞി പെട്ടിയെ കാണുള്ളൂ. പിന്നെ അതിന്റെ ചുറ്റും ഭയങ്കര പൂക്കളും ചെടിയൊക്കെ ആയിട്ട് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും. സ്പ്രിങ്ങിൽ അടിപൊളിയാണ്. ഇത് വെറുതെ ചെയ്യുന്നല്ല കേട്ടോ, ഇതിന് നമ്മള് ഇവിടുത്തെ ആൾക്കാർ നല്ല ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളോട് ജോലി ചെയ്യുമ്പോൾ ഏകദേശം ഞാനും അതിലും കൂടെ രണ്ടുപേര് താമസിക്കുമ്പോൾ ഒരു 450 യൂറോന്റെ അടുത്ത് വർഷം നമ്മൾ ഇതിനു വേണ്ടി ടാക്സ് അടയ്ക്കുന്നുണ്ട്.